ഐസി എഞ്ചിനുകൾ എത്ര തരത്തിലുണ്ട്? ആന്തരിക ദഹന എഞ്ചിനുകളെ വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട ചില മാനദണ്ഡങ്ങൾ ഇവയാണ്: അടിസ്ഥാന എഞ്ചിൻ രൂപകൽപ്പന, പ്രവർത്തന ചക്രം, സ്ട്രോക്കുകളുടെ എണ്ണം, ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ തരം, ഇഗ്നിഷൻ രീതി, തണുപ്പിക്കൽ രീതി, സിലിണ്ടർ ക്രമീകരണം, വാൽവ് അല്ലെങ്കിൽ പോർട്ട് രൂപകൽപ്പന. ഇനി നമുക്ക് ഓരോ മാനദണ്ഡമനുസരിച്ചും ഐസി എഞ്ചിനുകളുടെ വർഗീകരണം ഓരോന്നായി ചർച്ച ചെയ്യാം. അടിസ്ഥാന എഞ്ചിൻ രൂപകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഐസി എഞ്ചിനുകളെ രണ്ട് തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനുകളും റോട്ടറി എഞ്ചിനുകളും. പ്രവർത്തന ചക്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഐസി എഞ്ചിനുകളെ രണ്ട് തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: ഓട്ടോ സൈക്കിളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനുകളും ഡീസൽ സൈക്കിളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനുകളും. സ്ട്രോക്കുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഐസി എഞ്ചിനുകളെ രണ്ട് തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: 4 സ്ട്രോക്ക് എഞ്ചിനുകളും 2 സ്ട്രോക്ക് എഞ്ചിനുകളും. ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഐസി എഞ്ചിനുകളെ പ്രധാനമായും 3 തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: പെട്രോളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനുകൾ, ഡീസലിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനുകൾ, സിഎൻജിയിലോ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനുകൾ. ഇഗ്നിഷന്റെ അടിസ്ഥാനത്തിൽ ഐസി എഞ്ചിനുകളെ 3 തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: ബാറ്ററി ഇഗ്നിഷൻ എഞ്ചിൻ, മാഗ്നെറ്റോ ഇഗ്നിഷൻ എഞ്ചിൻ, ഇലക്ട്രോണിക് ഇഗ്നിഷൻ എഞ്ചിൻ. എഞ്ചിൻ തണുപ്പിക്കുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ ഐസി എഞ്ചിനുകളെ രണ്ട് തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: എയർ കൂൾഡ് എഞ്ചിനും വാട്ടർ കൂൾഡ് എഞ്ചിനും. സിലിണ്ടർ ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐസി എഞ്ചിനുകളെ പല തരങ്ങളായി തിരിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട ചില ക്രമീകരണങ്ങൾ ഇവയാണ്: ഇൻലൈൻ എഞ്ചിനുകൾ, വി എഞ്ചിനുകൾ, ഓപ്പോസ്ഡ് സിലിണ്ടർ എഞ്ചിനുകൾ, ഓപ്പോസ്ഡ് പിസ്റ്റൺ എഞ്ചിനുകൾ, റേഡിയൽ എഞ്ചിനുകൾ, എക്സ് ടൈപ്പ് എഞ്ചിനുകൾ, എച്ച് ടൈപ്പ് എഞ്ചിനുകൾ, യു ടൈപ്പ് എഞ്ചിനുകൾ, ഡെൽറ്റ ടൈപ്പ് എഞ്ചിൻ. പോർട്ട് രൂപകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഐസി എഞ്ചിനുകളെ 3 തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: ഐ ഹെഡ്, എൽ ഹെഡ്, ടി ഹെഡ്.